Dear students, third part of the lesson is First Flight by William O'Flaherty. Part 3. And we have already covered the first part and second part of his first flight. It's about a little bird, and the bird is afraid of flying, and his parents try their best to inspire him, to motivate him. So this is a lesson of motivation. ഇത് ആത്മശക്തി പകരുന്ന, ഉൾപ്രേരണ പകരുന്ന, കോൺഫിഡൻറ്റ് ഉണ്ടാക്കുന്ന, ഡിഫിഡൻസിനെ അകറ്റുന്ന, ഫിയർലെസ്നെസ് ആയി ജീവിക്കേണ്ട അല്ലെങ്കിൽ ഫിയർഫുൾനെസ്സിനെ മാറ്റിവെക്കേണ്ടുന്ന, what the need of courage, ധൈര്യത്തിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്ന, ഹൗ ടു ഫേസ് ദ പ്രോബ്ലംസ്, എങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കാം എന്ന് സൂചിപ്പിക്കുന്ന എ സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ലെസൺ. ദെൻ ദ തേർഡ് പാർട്ട്. He waited a moment in surprise, and in the last part, second part, we could say the little bird on the plateau of the rock. Here it stands on one leg, and its mother reached here with a piece of fish, and the bird is balancing in the air. വിശന്ന് മരിക്കാനായ കൊച്ചു പക്ഷിയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ പക്ഷിക്കുഞ്ഞിൻ്റെ മുന്നിലേക്ക് അവനെ ഭക്ഷണം ഏന്തിപ്പിടിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധം കൊക്കിൻ തുമ്പിൽ ഒരു തുണ്ട് മത്സ്യവുമായി എത്തുന്ന അമ്മ പക്ഷി. ആ അമ്മ പക്ഷി ഇപ്പോൾ അവൻ്റെ മുന്നിലുണ്ട്. പക്ഷെ ഇവിടെ മുഴുവൻ കടലാണ്. ഈ ഉന്തി നിൽക്കുന്ന, തള്ളി നിൽക്കുന്ന ഈ എഡ്ജിൻ്റെ മുകളിലാണ് അവൻ്റെ സങ്കേതം. അവന് പറക്കാൻ ഭയമാണ്. അവൻ്റെ സഹോദരന്മാരും അവൻ്റെ സഹോദരിയും, അതായത് ഒപ്പം വിരിഞ്ഞ മറ്റു പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ തന്നെ മിനിയാൻ തന്നെ പറന്നകന്നുപോയി. 24 മണിക്കൂറായി ഈ പാവം ഭക്ഷണമില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്നു. ഇനിയും അവനത് സഹിക്കാൻ കഴിയില്ല. അവൻ ഇരിഞ്ഞു വന്ന മുട്ടത്തോട് തിന്ന് വിശപ്പടക്കേണ്ട ഗതികേടിലെത്തി. ഇപ്പോൾ അവന് ഭക്ഷണം കിട്ടിയേ പറ്റൂ. പക്ഷേ അച്ഛൻ പറയുന്നു, അമ്മ പറയുന്നു, അച്ഛൻ പക്ഷി പറയുന്നു, അമ്മ പക്ഷി പറയുന്നു, പാരൻ്റ് ബേർഡ്സ് പറയുന്നു, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഫുഡ് യു ഹാവ് ടു ഫ്ലൈ. ഇഫ് യു വാണ്ട് ടു ഈറ്റ് ഫുഡ് യു ഹാവ് ടു ഡൈവ് ഇൻ ടു ദ വാട്ടർ ആൻഡ് യു ഹാവ് ടു കളക്ട് ഇറ്റ്. നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ തീർച്ചയായിട്ടും നീ പറക്കണം. പറന്ന് വെള്ളത്തിൽ മുങ്ങി ഭക്ഷണം സംഭരിക്കണം. നോക്കൂ, ഹി വെയിറ്റഡ് എ മൊമെൻ്റ് ഇൻ സർപ്രൈസ്. ഒരു നിമിഷം അവൻ ആശ്ചര്യത്തോടെ കാത്തിരുന്നു. വണ്ടറിങ് വൈ ഷീ ഡിഡിൻറ്റ് കം നിയറർ. എന്തുകൊണ്ട് അമ്മ അരികിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് തൻ്റെ കൊക്കിലേക്ക് ഭക്ഷണം വച്ചു തരുന്നില്ല? ആൻഡ് ഹി ഗോട്ട് സർപ്രൈസ്ഡ്. ആൻഡ് ദെൻ മേഡൻ ബൈ ഹങ്കർ, പിന്നീട് അതാ വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട്, മാഡൻഡ് ബൈ ഹങ്കർ, ഹി ഡൈവ്ഡ് അറ്റ് ദ ഫിഷ്. ഒന്നും ആലോചിക്കാതെ അമ്മയുടെ അരികിലേക്ക് ഒരൊറ്റ പറക്കൽ, കൊച്ചു പറക്കൽ. അതായത് ഈ എഡ്ജിൽ നിന്നും അവനങ്ങ് പറന്നുപോയി, ചാടിപ്പോയി, മുന്നോട്ട് നീങ്ങിപ്പോയി. അതാണ് ദ ബിഗിനിങ്. വിത്ത് എ ലൗഡ് സ്ക്രീം, ഒരു വലിയ അലർച്ചയോടെ ഹി ഫെൽ ഔട്ട്വേർഡ്സ്. കണ്ടോ, അവൻ ഈ
പാറത്തുമ്പിൽ നിന്നും പുറത്തേക്ക് വന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ സ്പേസ്. അത് ശൂന്യതയിലാണ്. പാറപ്പുറത്തുനിന്ന് വിട്ടു, പക്ഷേ കടലിൽ എത്തിയിട്ടില്ല. അതിനു മുൻപേ ഹിസ് മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്സ്. ഇവനങ്ങ് താഴും മുൻപ് അമ്മ പിറകോട്ടടിച്ച് ദിശ മാറ്റി അമ്മ എന്ത് ചെയ്തു? മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. അമ്മ പക്ഷി മുകളിലേക്ക് അതിൻ്റെ ദിശ മാറ്റി പിടിച്ചു. ദാറ്റ് മീൻസ് വിത്ത് ദിസ്. അപ്പോൾ ഈ കൊച്ചു കുഞ്ഞ് താഴേക്ക് ചാടലും അമ്മ മുകളിലേക്കാണ് പറക്കുന്നത്. കണ്ടോളൂ, ദ മദർ ഹാഡ് സൂപ്ഡ് അപ്വേർഡ്സ് എന്നാണ് പറഞ്ഞത്. കണ്ടോ, സ്യൂപ്പ്, SWOOPED, ഫ്ലൂ, പറന്നു. അമ്മ പെട്ടെന്ന് മുകളിലേക്ക് പറന്നുയർന്നു. His mother had swooped upwards as he passed beneath her. പക്ഷെ അപ്പോഴത്തേക്കും ഇവൻ എന്തായി കഴിഞ്ഞിട്ടുണ്ട്? അമ്മയുടെ താഴെ. ഇവനിപ്പോഴും അമ്മയുടെ താഴെയുള്ളത്. പക്ഷേ അമ്മയുടെ താഴെയാണെങ്കിലും അവൻ അമ്മയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളൊരു ബോധമുണ്ട്. ആസ് ഹി പാസ്ഡ് ബിനീത്ത് ഹെർ, അവനും അമ്മയുടെ പിന്നാലെ വിട്ടു. കണ്ടോ, ഹി ഹിയർഡ് ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്, ദ സ്വിഷ് ഓഫ് ഹെർ വിങ്സ്, ഹിസിങ് സൗണ്ട്. ഇപ്പോഴവന് ആത്മരക്ഷ എന്താണ്? സ്വന്തം അമ്മയുടെ മാതാവിൻ്റെ ചിറകടി ഒച്ച. ചിറകടിച്ച് മുകളിലേക്ക് പറക്കാണ്. ദ ബേർഡ് ഈസ് റൈസിങ് അപ്വേർഡ്സ്, ദ ബേർഡ് ഈസ് സ്വൂപ്പിംഗ് അപ്വേർഡ്സ്, ഇറ്റ് ഈസ് സോറിങ് അപ്വേർഡ്സ്. ആൻഡ് ഹീ കുഡ് ഹിയർ, ദ ലിറ്റിൽ വൺ കുഡ് ഹിയർ ദി ഹിസിങ് സൗണ്ട് ഓഫ് ദറ്റ് മദേഴ്സ് വിങ്സ് ഓർ ഫ്ലാപ്പിംഗ് വിങ്സ്. അമ്മയുടെ ചിറകടി ശബ്ദം അവനെ അമ്മയുടെ ഒപ്പം പോകാൻ പ്രേരിപ്പിച്ചു. എന്ത് ചെയ്തിട്ടുണ്ടാകാം? നോക്കൂ, നെക്സ്റ്റ് പേരാ. Then a monstrous terror seized him. അപ്പോഴാണ് അവന് ബോധം വന്നത്. ഓ മൈ ഗാഡ്, ഐ ആം അലോൺ, ഐ ആം ഫോളിങ് ഡൗൺ. ഞാനിപ്പോഴ് പാറയുടെ മുകളിലല്ല, ഞാൻ ശൂന്യതയിലാണ്. അകാരണമായ, അതിഭീകരമായ, മോൺസ്ട്രസ്, കണ്ട, ഹൊറിബിൾ, ഭീകരമായ ഒരു ചിന്ത അവനിലൂടെ കടന്നുപോയി. ബട്ട് ഇറ്റ് ഓൺലി ലാസ്റ്റ് എ മൊമെൻറ്റ്. ആ ചിന്ത പക്ഷേ ഒരു നിമിഷം, ജസ്റ്റ് എ മൊമെൻറ്റ്, ഒരു നിമിഷം മാത്രമാണ് അവൻ ആ ചിന്ത വന്നത്. ആൻഡ് ഓട്ടോമാറ്റിക്കലി, നേച്ചുറലി, ഹി ബിഗാൻ ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്. സ്വാഭാവികമായിട്ടും ജന്മവാസന എന്ന പോലെ അവൻ്റെ ചിറകുകൾ വീശി. യെസ്, ദ നെക്സ്റ്റ് മൊമെൻറ്റ് ഹി ഫെൽറ്റ് ഹിസ് വിങ്സ്, കണ്ട, ആൻഡ് സ്പ്രെഡ് അപ്വേർഡ്സ് ഓർ ഔട്ട്വേർഡ്സ്. അവൻ്റെ പാരച്യൂട്ട് അവൻ്റെ കൈവശമുണ്ട്. ആ പാരച്യൂട്ട് ഓപ്പൺ ചെയ്ത് കിട്ടാൻ അവൻ തന്നെയാണ്. അവൻ സ്വാഭാവികമായിട്ടും ചിറകങ്ങ് വീശി. ചിറകങ്ങ് വീശേണ്ട താമസം പിന്നീട് അവൻ താഴോട്ടല്ല പോകുന്നത്, മുകളോട്ടാണ് പോകുന്നത്, ചിറക് അടിച്ചിട്ട്. അതുകൊണ്ട് ഹി ഫെൽറ്റ് വിങ്സ് സ്പ്രെഡ് ഔട്ട്വേർഡ്സ്, ദ വിൻഡ് റഷ്ഡ് അഗെയിൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ്. താഴെയില്ല, കാരണം വീശിയടിക്കുന്ന കാറ്റ് അവനങ്ങ് പൊക്കി മുകളിലോട്ടേക്ക്. കടലാണ്, കടൽക്കാറ്റുണ്ട് അവിടെ. താഴോട്ട് പോകുന്നില്ല അവൻ. താഴോട്ട് പോകണേ പർപ്പസായിട്ട് തല പൊന്നിച്ചത് ഇനി താഴോട്ട് പോകണം. ഇപ്പോഴവൻ അമ്മയുടെ പിറകിൽ ഇതാ ചിറകടിച്ചു മുകളിലോട്ട് ഉയരാണ്. The wind also helped him. His wings helped him. Mother helped him. അമ്മ സഹായിച്ചു, അവൻ്റെ ചിറകുകൾ സഹായിച്ചു, ഇപ്പോഴും കാറ്റ് സഹായിച്ചു. മാഷ് നേരത്തെ പറഞ്ഞ സെൽഫ് ഹെൽപ്പ്. Where there is the self help, there is the natural help also. അതുകൊണ്ടാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത്. സ്വയം അവൻ ചിറകടിക്കാൻ തുടങ്ങിയപ്പോൾ, ചിറക് വീശാൻ തുടങ്ങിയപ്പോൾ, അപ്പോഴ് കാറ്റിൻ്റെ ഗതി കൂടി അവന് അനുകൂലമായി. അവനതാ അമ്മയ്ക്കൊപ്പം വായുവിലൂടെ പറക്കുന്നു, സുഖമായി പറക്കുന്നു, പേടി പോലുമില്ല. ദ വിൻഡ് റഷ്ഡ് അഗൈൻസ്റ്റ് ഹിസ് ബ്രസ്റ്റ് ഫെദേഴ്സ്. അവൻ്റെ ഈ നെഞ്ചിലെ തൂവലുകൾ ഇതൊക്കെ എഴുന്നേറ്റ് നിന്നു. ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് എഗെയിൻസ്റ്റ് ഹിസ് വിങ്സ്. കാറ്റ് ഇവിടെയാണ് കുടുങ്ങുന്നത്. ഇവിടെ കുടുങ്ങുന്ന കാറ്റ് അവനെ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴ് ചിറകും വിടർത്തി ഈ അവൻ്റെ തുവലുകളൊക്കെ എഴുന്നേറ്റ് നിന്നു. വളരെ രസകരമായി
അവന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. അവന് ബോധ്യപ്പെട്ടു തൻ്റെ ചിറകിങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. ആൻഡ് ഹീ ഫെൽറ്റ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഫ്ലൈ. ഇപ്പോഴാണ് ബോധ്യമായത് പറക്കാൻ എന്ത് എളുപ്പം, എന്ത് സുഖമെന്ന്. ആ സുഖത്തിന് മുന്നിൽ വെച്ചിട്ടാണ് അവൻ ഇതുവരെ ഭയന്നിരുന്നത്. ദാറ്റ് ഫിയർ വാസ് ഹിസ് എനിമി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് വാസ് ഹിസ് ഹെവിനെസ്. അവനെ പറക്കാൻ പ്രേരിപ്പിക്കാതെ ഭയപ്പെടുത്തിക്കൊണ്ട് നിർത്തിയത് അവൻ്റെ ചിന്ത മാത്രമായിരുന്നു. When he tried his best, when he got the chance, his mother helped him, the nature helped him, the wind helped him, the wings helped him, and he is free and frank now. ഇപ്പോൾ അവൻ സ്വതന്ത്രനാണ്, സർവതന്ത്ര സ്വതന്ത്രനാണ്. കണ്ടോളൂ, he could feel the tips of his wings cutting through the air. ഇപ്പോഴേ കാറ്റിലൂടെ തൻ്റെ ചിറക് ഉയരുന്നതും താഴുന്നതും അവന് കാണാം. He was not falling headlong now. ഇല്ല, അവൻ തലകുത്തി താഴോട്ട് വീഴുന്നില്ല. And when he jumped from here, he felt that he will fall down into the water and will sink. അവൻ എന്താണ് കരുതുന്നത്? ഞാൻ വെള്ളത്തിൽ വീണ് മുങ്ങിപ്പോകുമെന്ന്. And he was afraid of it. Anybody, any creature, any human being, മരണഭയം, ആ ഭീതി, പ്രാണനിൽ ഭീതി എല്ലാവർക്കുമുണ്ട്. But we have to face the problem. And when we try, that nature is with us, God is with us, others, parents, teachers, neighbors, everybody will help us. നാം സ്വയം ചെയ്യാൻ തുടങ്ങിയാൽ മറ്റുള്ളവർ നമ്മെ സഹായിക്കാൻ വന്നുകൊണ്ടേയിരിക്കും. ഇതാ അവനിതെപ്പോഴും പറക്കാണ്. നോക്കൂ, അവൻ്റെ അവസ്ഥ നോക്കൂ. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ് നൗ. ഇപ്പോഴവൻ താഴോട്ട് പതിക്കുന്നില്ല. ഹി വാസ് സോറിങ് ഗ്രാജ്വലി ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഇപ്പോഴവന് മുന്നോട്ട് പോകാം, നേരേക്ക് പോകാം, താഴോട്ട് പോകാം. ഹീ ന്യൂ ഹൗ ദ വിങ്സ് വിൽ ഡ്രൈവ് ഹിം. ഇപ്പോഴവന് മനസ്സിലായി എങ്ങനെയാണ് ചിറക് തന്നെ സഹായിക്കുന്നതെന്ന്. സംടൈംസ് ഹി ഫ്ലൂ അപ്പ് ആൻഡ് സംടൈംസ് നോർമലി ഫോർവേഡ് ആൻഡ് സംടൈംസ് ഡൗൺവേർഡ്സ് അഗെയിൻ അപ്വേർഡ്സ്. സോ ഹീ കുഡ് റൈസ് ആൻഡ് ഫോൾ, സോർ ഗ്രാജ്വലി ആൻഡ് ലോവർ ഗ്രാജ്വലി. മുകളിലോട്ട് ഉയരാനും താഴോട്ട് വരാനും സാവധാനം അവനെ നിയന്ത്രിച്ച് നിർത്താൻ അവന് കഴിഞ്ഞു. അവന് വിശപ്പൊക്കെ അവൻ മറന്നുപോയി. കണ്ടോ? ഹി വാസ് സോറിങ് ഗ്രാജ്വലി മീൻസ് സ്ലോലി ആൻഡ് ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഇപ്പോഴവന് പുറത്തേക്ക് പോകാം, മുന്നോട്ട് പോകാം, മുകളിലോട്ട് പോകാം. ഹി വാസ് നോ ലോങ്ങർ എഫ്രൈഡ്. കണ്ടോ? ഇത്രയേ ഉള്ളൂ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുമ്പോൾ ഭയചകിതരായിട്ടിരിക്കുന്ന മാതിരി ഒരു ചെറിയൊരു പെയിൻ, അവിടെ നമ്മളാ രോഗം മാറിക്കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. അതുമാതിരി ഹീ ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. ഒരു സെക്കൻഡ് അതിനിടയിൽ അവനൊരു തലകറക്കമോ ഒരു ക്ഷീണമൊക്കെ തോന്നിയിരുന്നു. ആ സെക്കൻഡ് മാത്രം ആ ഭയം തോന്നിയ, horrible fear തോന്നിയ. Then he flapped his wings once and he soared upwards. ഒരു നിമിഷം അവൻ താഴാൻ പോയിരുന്നു. അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. എ കൈൻഡ് ഓഫ് ഗിഡിനെസ്, എ കൈൻഡ് ഓഫ് ഫെയിൻഡഡ്നെസ്, ഒരു തരം മങ്ങിച്ച ഓർമ്മക്കുറവ്, ജസ്റ്റ് ഫോർ എ സെക്കൻഡ്. Suddenly he realized himself and the wind took him up and he began to flap his wings and he began to fly and now he is freely flying through the air. ഇപ്പോഴവൻ ഒരു പട്ടം പോലെ ആകാശത്തിലൂടെ വായുവിലൂടെ സ്വതന്ത്രമായിട്ട് അമ്മയ്ക്ക് പിന്നാലെ ഹാപ്പി വെരി ഹാപ്പി, സന്തോഷത്തോടെ വളരെ സന്തോഷത്തോടെ അവൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. നെസ്പെര. യെസ്, ഹി അട്ടേഡ് എ ജോയസ് സ്ക്രീം. കണ്ടോ? സങ്കടത്തിൻ്റെ പേടിയുടെ കരച്ചിലല്ല, സന്തോഷത്തിൻ്റെ കരച്ചിലാണ് അവൻ്റെ ചുണ്ടിൽ നിന്നും വന്നത്, കൊക്കിൽ നിന്നും പുറത്തേക്ക് വന്നത്. ആൻഡ് ഫ്ലാപ്ഡ് ദ മെഗിൻ. അവൻ വീണ്ടും ചിറകടിച്ചു. ആൻഡ് ഹീ കുഡ്
റിയലൈസ് ഹീസ് ഫ്ലാപ്സ്, ഹീസ് വിങ്സ് ക്യാൻ ക്യാരി ഹിം അപ്പ്. തൻ്റെ ഈ കുഞ്ഞിച്ചിറകുകൾക്ക് തന്നെ എടുത്തു നിർത്താനുള്ള, പറത്താനുള്ള, വായുവിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്ന് അവന് മനസ്സിലായി. യെസ്, റിയലൈസേഷൻ, ദാറ്റ് ഈസ് വാട്ട് വി സേ, റിയലൈസേഷൻ. ബോധ്യം വേണം നമുക്ക്. വി മസ്റ്റ് ബി കോൺഫിഡൻറ്റ് ഓഫ് അവർ സെൽസ്. നമ്മുടെ ബുദ്ധിയെക്കുറിച്ച്, നമ്മുടെ ചിന്തയെക്കുറിച്ച്, നമ്മുടെ കഴിവിനെക്കുറിച്ച് നമുക്ക് ബോധം വേണം. മറ്റുള്ളവർ പറയുന്നില്ല, നിനക്കൊന്നിനും കഴിയില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ അത് അവരുടെ മനസ്സാണ് അവർ പറയുന്നത്, നമ്മെക്കുറിച്ചല്ല. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടികളോട് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയാറില്ല. എനിബഡി ക്യാൻ ഡു ഇറ്റ്, ബട്ട് യു ഷുഡ് ഹാവ് എ മൈൻഡ്. ആർക്കും ചെയ്യാൻ പറ്റും, ആർക്കും വിജയിക്കാൻ പറ്റും, ആർക്കും ടോപ്പിലെത്താൻ കഴിയും. മനസ്സുണ്ടെങ്കിൽ, മനസ്സിനൊത്ത ചിന്തയുണ്ടെങ്കിൽ, ചിന്തയ്ക്കൊത്ത പ്രവൃത്തിയുണ്ടെങ്കിൽ. Anybody can. This bird also can. That is the lesson that we learn here. അതാണ് നമ്മളിവിടെ പഠിക്കുന്ന പാഠം. Fearfulness is not a way. Committing suicide is not a way. Sitting simply is not a way. ഭയം ഒരു മാർഗമല്ല, ആത്മഹത്യ ഒരു മാർഗമല്ല, ഭയപ്പെട്ട് മൂലയിലിരിക്കുക ഒരു മാർഗമല്ല. And there is a solution. For any problem there is a solution. ഏത് പ്രശ്നത്തിനും ഒരു മാർഗമുണ്ട്. ദാറ്റ് ഈസ് ദിസ് വേൾഡ്. ആ മാർഗത്തെ അവലംബിക്കുന്നവരാണ്, ഭയത്തെ മറികടക്കുന്നവരാണ്, ഡിഫിഡൻസിനെ, ആത്മവിശ്വാസമില്ലായ്മയെ മറികടന്നിട്ട് കോൺഫിഡൻസ് ആവുന്നവരാണ്, മറ്റുള്ളവർ സഹായിക്കാനില്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ചെയ്യുന്നവരാണ് ദ വിന്നേഴ്സ്. അവരാണ് വിജയികൾ. വി ആർ ബോൺ ഫോർ വിന്നിങ്. നമ്മളൊക്കെ ജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ്. ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീയിങ്സ്. നാം മനുഷ്യരാണ്. വി ഹാവ് സെൻസ്. നമുക്ക് ബോധമുണ്ട്, ബുദ്ധിയുണ്ട്. വി ക്യാൻ യൂസ് ഇറ്റ്. നമുക്കത് പ്രയോഗിക്കാം. വി ക്യാൻ വിൻ അവർ ലൈഫ്. നമുക്ക് ചെറിയ തോതിലെങ്കിലും നമ്മുടെ ജീവിതം വിജയപ്രദമാക്കാം. ആസ് ദിസ് ബേർഡ്. ആൻഡ് നോക്കൂ, ഈ സോഡ് ഹയർ, അവൻ ഉയരത്തിലേക്ക് പൊങ്ങി. ഈ റൈസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗൈൻസ്റ്റ് ദ വിൻഡ്. കണ്ടോ, ഇപ്പോഴവൻ വിജയെ പോലെ നെഞ്ചൊക്കെ ഉയർത്തിപ്പിടിച്ച് ചിറകൊക്കെ വീശി പോടാ പുല്ല് എന്ന രീതിയിൽ കാറ്റിലൂടെ അങ്ങനെ വിലസുകയാണ്. ആൻഡ് ഹീ ഈസ് പ്രൗഡ് ഓഫ് ഹിം. ഇപ്പോഴവൻ അവനെക്കുറിച്ച് അഭിമാനമുണ്ട്. ഹിസ് പാരൻസ് ആർ ഓൾസോ പ്രൗഡ് ഓഫ് ഹിം. അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് അവനെക്കുറിച്ച് അഭിമാനമുണ്ട്. യെസ്, ദിസ് ഈസ് ദ മൂമെൻറ്റ് ഓഫ് വിക്ടറി. ഇതാണ് വിജയത്തിൻ്റെ നിമിഷം. ദിസ് ഈസ് ദ മൂമെൻറ്റ് ഓഫ് ഹാപ്പിനെസ്. ഇതാണ് സന്തോഷത്തിൻ്റെ നിമിഷം. ദിസ് ഈസ് ദ മൂമെൻറ്റ് ഓഫ് ഫീലിംഗ് പ്രൗഡ്. അഭിമാനം അനുഭവപ്പെടുന്ന നിമിഷം. ആ നിമിഷത്തിൽ അവൻ എത്തിച്ചേർന്നു. ഞാൻ നോക്കൂ, ഗാ 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 ഗാ. സന്തോഷത്തോടു കൂടി മൂപ്പര് ചിറകടിച്ച് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പറക്കാണ്. ഗോൾ. നോക്കൂ, ദി ഗോൾ വാ ഹിസ് മദർ. അപ്പോഴമ്മയെ സഹായിച്ചു. അമ്മ അച്ഛനൊക്കെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മാതിരി അവൻ ശബ്ദമുണ്ടാക്കി, അമ്മയും ശബ്ദമുണ്ടാക്കി. ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം, her wings making a loud noise. So the trick of that mother, അമ്മയുടെ ആ തന്ത്രമാണ് അവനെ രക്ഷപ്പെടുത്തിയത്. that she brought a piece of fish, keeping it on her beak and didn't give him. അതിൻ്റെ ഗന്ധം, അതിൻ്റെ നിറം, അതിൻ്റെ ആ രുചി, അവൻ്റെ മൂക്കിലേക്ക് മണവും അവൻ്റെ കണ്ണിലേക്ക് കാഴ്ചയും അവൻ്റെ വായിലേക്ക് അതിൻ്റെ രുചിയും അടിച്ചു കയറിയപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹി ജംപ്ഡ് ഫോർവേഡ് ആൻഡ് ഫോർ 1 second, ജസ്റ്റ് 1 second, ഒരു നിമിഷം, ഹി uttered a joyous scream and flapped his wings. അവൻ സന്തോഷകരമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ്റെ ചിറകടിച്ചു. ഹി soared higher. അവൻ മുകളിലേക്ക് പറന്നുയർന്നു. ഹി റൈസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് എഗൈൻസ്റ്റ് ദ വിൻഡ്. അവൻ നെഞ്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാറ്റിനെ നെഞ്ചത്ത് ഏറ്റുവാങ്ങിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. ഗാ 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 ഗാ. അവൻ സന്തോഷത്തിൻ്റെ ശബ്ദമുണ്ടാക്കി. അപ്പോഴതാ ഗോളുവാ ഹിസ് മദേഴ്സ് വോയിസ്. അപ്പോഴതിന് പ്രതികരണമായിട്ട് അമ്മയുടെ ശബ്ദവും. ഹിസ് മദർ സ്വൂപ്ഡ് പാസ്റ്റ് ഹിം. ഇപ്പോഴതാ
അവൻ്റെ അമ്മ അവൻ്റെ പിന്നാലെയാണ് പറക്കുന്നത്, അവനാണ് മുന്നിൽ പറക്കുന്നത്. ആൻഡ് ഹർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്, അമ്മയുടെ ചിറകടി ശബ്ദം, ആ വലിയ ശബ്ദം ഇപ്പോഴവനെ കേൾക്കാം പിറകിൽ നിന്നും. ആൻഡ് ഹീസ് വെരി ഹാപ്പി നൗ, ഇപ്പം വളരെ സന്തോഷവാനാണ്. ബിക്കോസ് ഹീസ് ഫ്ലൈയിങ് വിത്ത് ഹിസ് മദർ, പറക്കുന്നത് അമ്മയുടെ കൂടെയാണെന്നുള്ള ധാരണ. ആൻഡ് ഹീ made a noise and she answered, and then his father flew over him. കണ്ടോ, ഇപ്പോഴിതാ കൂട്ടത്തിലേക്ക് അച്ഛനും പറന്നു വന്നു. സ്ക്രീമിങ്, ആർത്ത് വിളിച്ചുകൊണ്ട് ഹായ് വെൽക്കം മൈ സൺ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവനെ സ്വീകരിക്കാനായിട്ട് അച്ഛനും എത്തി. ദെൻ ഹി സോ ഹിസ് 2 brothers and sisters flying around. ഇപ്പോഴാണ് അവൻ ആ അത്ഭുതം കാണുന്നത്. വാട്ട് എ വണ്ടർഫുൾ സൈറ്റ്, എന്തൊരു കാഴ്ച. അവൻ്റെ ചേട്ടനും ചേച്ചിയും അനിയനും എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിലൂടെ പറക്കുന്നു. 5 of them, all of them flying in the air. What a ഫെൻറ്റസ്റ്റിക് മൂമെൻറ്റ്, എന്തൊരു അത്ഭുതകരമായ സന്തോഷകരമായ നിമിഷം. ദാറ്റ് വാസ് ബ്ലോക്ക്ഡ്, അത് തടയപ്പെട്ടതാണ്. ഹൂ ബ്ലോക്ക്ഡ്, ആരാണ് അവൻ്റെ സന്തോഷം തടഞ്ഞത്? ഹീ ഹിംസെൽഫ്, അവൻ സ്വയം. എന്തുകൊണ്ടാണ് അവൻ്റെ സന്തോഷമില്ലാതിരിക്കാൻ കാരണം? എഫ്രൈഡ് ഓഫ് ഫ്ലൈയിങ്, പറക്കാൻ പേടിയായിരുന്നു. ഫിയർഫുൾനെസ്, ഭയമാണ് നമ്മുടെ ശത്രു. ദാറ്റ് ഈസ് ദ ഹെവിനെസ് ഓഫ് ദ മൈൻഡ്, അതാണ് മനസ്സിൻ്റെ ഭാരം. ദാറ്റ് ഈസ് ദ ഹെവിനെസ് ഓഫ് ദ ഹെഡ്, അതാണ് തലയുടെ ഭാരം. ദാറ്റ്സ് വൈ വി ആർ അഷെയിംഡ് ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. അങ്ങനെ ഭയമുള്ളത് കൊണ്ടാണ് പലപ്പോഴും നാം മറ്റുള്ളവരെ മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നത്, നാണക്കേട് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോഴിതാ അവൻ സ്വതന്ത്രനായിരിക്കുന്നു. ഹീ ഈസ് എൻജോയിങ് ദ ഹാപ്പിനെസ് ഓഫ് ദ ഫ്രീഡം. ഇപ്പോഴവൻ സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ്. നൗ ഹീ ഈസ് enjoying the happiness of the flight. ഇപ്പോഴവൻ പറക്കലിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ്. And his mother helped him. Now his parent is also with him. Now his brothers and sisters are also with him. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട്. And he saw his 2 brothers and sister flying around him, soaring and diving and rising and falling, or flying up and flying down. Next para. Then he completely forgot that he had not always been able to fly. അവനത് മറന്നു. That was only a bad dream. അതൊരു ദുസ്വപ്നം മാത്രമായിരുന്നു. A false, അതൊരു കള്ള ചിന്തയായിരുന്നു. നൗ ദ ട്രൂത്ത് ഈസ് ദാറ്റ്, സത്യം ഇങ്ങനെയാണ്. ഇഫ് വി ട്രൈ അവർ ബെസ്റ്റ് വി ക്യാൻ ഡു ഇറ്റ്. നാം പരമാവധി സത്യസന്ധമായി ശ്രമിച്ചാൽ നമുക്ക് ഇത് അത് എന്തും, ഇതാകട്ടെ അതാകട്ടെ എന്തുമാകട്ടെ നേടാൻ കഴിയും, നമുക്ക് നേടാൻ കഴിയും. അതാണ് നമ്മെ ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ് കമൻസ് ടു ഡൈവ് ആൻഡ് സോർ. ഇപ്പോഴവനും താഴാൻ കഴിയുന്നുണ്ട്, ഡൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട്, സോർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഷ്രീക്കിങ്, ഷ്രില്ല്, പായുന്നു, അറിയാതെ കളകൂജനം പുറത്തേക്ക് വരികയാണ്. ആ കിളിക്കുഞ്ഞിൻ്റെ ശബ്ദം പുറത്തേക്ക് വരികയാണ്. ലാസ്റ്റ് പാർട്ട്, ഹി വാസ് നിയർ ദ സീ നൗ. ഇപ്പോഴ് അവൻ കടലിൻ്റെ ആ ഉപരിതലത്തിനടുത്തെത്തി. ഫ്ലൈയിങ് സ്ട്രെയിറ്റ് ഓവർ ഇറ്റ്. ഇപ്പോഴിതാ അവൻ കടലിൻ്റെ മുകൾ പരപ്പിന് മുകളിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പറക്കുന്നു. ഫേസിങ് ഔട്ട് ഓവർ ദി ഓഷ്യൻ. ഇപ്പോൾ അവൻ കടൽ കാണുന്നുണ്ട്. ബട്ട് ഹീ ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ ഓഷ്യൻ. അല്പം മുൻപുള്ളതുപോലെ ഇപ്പോൾ അവന് കടലിനെ ഭയമില്ല. ഹീ സോ എ വാസ്റ്റ് ഗ്രീൻ സീ ബിനീത്ത് ഹിം. പച്ച നിറമുള്ള അതിമനോഹരമായ വിശാലമായ കടൽ. ഇപ്പോഴവൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ചില സാധനങ്ങളൊക്കെ, ചിലപ്പോഴും ചില വഞ്ചികളാവാം, ചില ബോട്ടുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചങ്ങാടങ്ങളാകാം, എന്തൊക്കെയോ ആ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഹി ടേൺഡ് ഹിസ് ആ ബീക്ക് സൈഡ് വേസ്. ഇപ്പോഴവൻ കൊക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, മുന്നോട്ട് നോക്കുന്നു, സൈഡിലേക്ക് നോക്കുന്നു. അതായത് ആക്ച്വലി ഹി വാസ് എൻജോയിങ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അവൻ്റെ ആദ്യത്തെ ഡ്രൈവിങ്, അതെ, സെൽഫ് ഡ്രൈവിങ് അവൻ ആസ്വദിക്കുകയാണ്. എപ്പോഴും ആ പച്ചക്കടലിൻ്റെ മുകളിലൂടെയുള്ള കാറ്റത്തുള്ള ആ പറക്കൽ അവൻ ആസ്വദിക്കുകയാണ്. ഹിസ് പാരൻസ് ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ എല്ലാവരും ചുറ്റിലുമുണ്ട്. ഹാഡ് ലാൻഡഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ. അവർ പോയിട്ട് വെള്ളത്തിലേക്കങ്ങ് ഇറങ്ങി. അതുകൊണ്ട് അവനും ഇറങ്ങുകയാണ്. കണ്ടോ,
അതാണ് ഗ്രീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനോട്ട് കര, ബട്ട് വാട്ടർ കടലാണ്. ആ കടൽ ഗ്രീൻ സീ. ആ പച്ച നിറമുള്ള കടൽ വെള്ളത്തിലേക്ക് അവരിറങ്ങിയപ്പോൾ നോക്കൂ, ഹീ ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദി ഗ്രീൻ സീ. അവനും അമ്മയെ വിളിച്ചുകൊണ്ട് അലറിക്കൊണ്ട് ഒച്ച വെച്ചുകൊണ്ട്, കണ്ടോ, ആൻഡ് ഓൺ ദിസ് ഗ്രീൻ ഫ്ലോർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ദേ വേർ ബെക്കനിങ് ടു ഹിം. വെള്ളത്തിലേക്ക് ഇറങ്ങിയവർ അവരുടെ ശബ്ദത്തിൽ അവനെ വിളിച്ചു, വരൂ മോനെ, വന്നോളൂ, ഇതാ ഇവിടെ ഇറങ്ങിക്കോളൂ. അവനും ഇറങ്ങി. ഹീ ഓൾസോ ലാൻഡഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ വാട്ടർ. അവനും ഇതാ ആ കടൽ വെള്ളത്തിൻ്റെ പച്ച നിറമുള്ള വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തു. ഹി ഡ്രോപ്ഡ് ഹിസ് ലെഗ്സ് ടു സ്റ്റാൻഡ് ഓൺ ദി. ആ പാറപ്പുറത്ത് നിൽക്കും പോലെ വെള്ളത്തിൽ നിൽക്കാൻ നോക്കി, കലങ്ങ് താണുപോയി. ഹിസ് ലെഗ്സ് സാങ്ക് ഇൻ ടു ഇറ്റ്. കാല് മാത്രമേ താണുള്ളൂ, ബോഡി താണില്ല. ഹീ സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ്. എന്തോ ഒരു ഭയത്തിന് ശബ്ദമുണ്ടാക്കി. ആൻഡ് അറ്റംപ്റ്റഡ് ടു റൈസ് അഗെയിൻ. പെട്ടെന്ന് അവൻ ഉയരാൻ നോക്കി, അതെ ഉയർന്നു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്. ചിറകടിച്ചുകൊണ്ട് അവൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. പക്ഷെ ക്ഷീണമുണ്ട്, നല്ല വീക്കാണ് അവൻ. ഹങ്കറുണ്ട്, നല്ല വിശപ്പുണ്ട്. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. എന്തുകൊണ്ടോ അവന് പെട്ടെന്ന് ഉയരാൻ പറ്റിയില്ല. എക്സോസ്റ്റഡ്. EXHAUSTED മീൻസ് ടയേർഡ്. കണ്ട, ഭക്ഷണം കഴിക്കാത്ത 24 മണിക്കൂർ ഭക്ഷണം കഴിക്കാത്ത ക്ഷീണമാണ് അവന്. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ. അല്ലാതെ മറ്റൊന്നുമില്ല, വിശപ്പുണ്ട്, അതുകൊണ്ടുള്ള ക്ഷീണമുണ്ട്. ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. അതുകൊണ്ട് അവന് പെട്ടെന്ന് പറന്നു വരാൻ കഴിഞ്ഞില്ല. എക്സോസ്റ്റഡ് ബൈ ദി സ്ട്രേഞ്ച് എക്സസൈസ്. കാരണം എത്ര നേരമാണ് ഇപ്പോൾ ആ എക്സസൈസ്, പറക്കൽ, വായുവിലൂടെയുള്ള പറക്കൽ നടത്തിയത്. ഹിസ് വീറ്റ് സാങ്ക് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ്. എന്തായാലും ശരി, അവൻ ആ വെള്ളത്തിൽ നിന്നു. അവൻ്റെ കാല് താണെങ്കിലും ശരി, അവൻ്റെ വയറ് ഉടൽഭാഗം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക് നോ ഫാർദർ. പിന്നീട് അവൻ മുങ്ങിപ്പോയില്ല. അവൻ വെള്ളത്തിന് മുകളിൽ നമ്മൾ സാധാരണ കാണുമ്പോൾ കുളക്കോഴിയൊക്കെ നിൽക്കുന്ന മാതിരി, കടൽക്കാക്കൾ സാധാരണ വെള്ളത്തിൽ അങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകുന്നത് മാതിരി, അല്ലെങ്കിൽ അരയന്നം പൊങ്ങി പോകുന്നത് മാതിരി അവൻ ആ വെള്ളത്തിൽ കിടന്നു. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. കണ്ടോ, ഇപ്പോഴവൻ വെള്ളത്തിൽ, കടൽ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ, ആ ജലാശയത്തിൽ പൊങ്ങിക്കിടക്കുകയാണ്. ആൻഡ് അറൗണ്ട് ഹിം, അവൻ്റെ ചുറ്റിലും കടലാണ്. ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ് പ്രൈസിങ് ഹിം. ഇല്ല, ഇപ്പോഴിനി അവന് ഭയമില്ല. ഹി ക്യാൻ ക്യാച്ച് എ ഫിഷ്. തീർച്ചയായിട്ടും ഇനി അവന് മുന്നിലൂടെ പോകുന്ന മത്സ്യത്തിനെ കൊത്തിയെടുക്കാം, അവൻ താണുപോകില്ല. ആൻഡ് ദിയർ ബീക്സ് വർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. അപ്പോഴതാ അവർ തന്നെ കൊക്കിൽ കൊത്തിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. യു ടേക്ക് ഇറ്റ്, യു ടേക്ക് ഇറ്റ്, യു ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, നീ ഇതാ കഴിച്ചോളൂ, കഴിച്ചോളൂ, കഴിച്ചോളൂ എന്ന്. അഥവാ അവൻ അത് കൊത്തിയെടുത്താലും ഇല്ലെങ്കിലും നൗ ഹീ ക്യാൻ കളക്ട് ഹിസ് ഓൺ ഫുഡ്. ദ ലിറ്റിൽ ബേർഡ് ക്യാൻ കളക്ട് ഓൺ ഹിസ് ഓൺ ഫുഡ് ബിക്കോസ് ദ ലിറ്റിൽ ബേർഡ് ക്യാൻ ഫ്ലൈ നൗ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് നൗ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് സക്സസ്. അവൻ്റെ ആദ്യത്തെ പറക്കൽ ഒരു മഹത്തായ വിജയമായി മാറി. ദാറ്റ് ഫിയർഫുൾനെസ് ഈസ് ഗോൺ. ഇപ്പോഴെ ഭയം അപ്രത്യക്ഷമായി. ഫിയർലെസ്നെസ് ഈസ് എസ്റ്റാബ്ലിഷ്. നിർഭയത്വം സ്ഥാപിതമായി. ആൻഡ് ഹീ ഹാസ് വൺ. അവൻ ഇതാ ഒരു മത്സരത്തിൽ വിജയിച്ച ആളായി മാറിയിരിക്കുന്നു. ദ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. നൗ ഹിസ് സെൽഫ് ഹെൽപ്ഡ് ഹിം. ഇപ്പോഴും സ്വയം സഹായം അവനെ അത്രമാത്രം ഔന്നിത്യത്തിലെത്തിച്ചിരിക്കുന്നു. ആൻഡ് ഹീസ് കോൺഫിഡൻറ്റ് ഓഫ് ഹിംസെൽഫ്. ഇപ്പോൾ അവൻ ആത്മവിശ്വാസമുള്ളവനാണ്. ആൻഡ് ഹിസ് മദർ ആൻഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ആൻഡ് ഫാദർ എവരിബഡി വിത്ത് ഹിം. ആൻഡ് ഹീ ക്യാൻ ഫ്ലൈ in the air, he can skim on the surface of the water, and next step he can take a fish from the water. And it is the motivation class that we learned here with the good spirit of a bird. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ ആ ഉത്സാഹശീലം പ്രകടിപ്പിച്ചുകൊണ്ട്, അത് പ്രാവർത്തികമാക്കിക്കൊണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നു. യെസ്, ദിസ് മോറൽ ലെസൺ ആക്ച്വലി ഇൻഫ്ലുവൻസ് അസ് വെരി വെരി ഡീപ്പ്. നമ്മുടെ ജീവിതത്തിലും ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു പാഠമാണ് ഈ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. കണ്ടോ, ഭയന്ന അവൻ, പേടിച്ച അവൻ, എന്തിനെയോ അകാരണമായി പേടിച്ചവൻ,
ഫിയർഫുൾനെസ് കൊണ്ട് സ്വയം ചുരുങ്ങിപ്പോയവൻ, ഇൻസൾട്ടഡ് വൺ, മറ്റുള്ളവരാൽ അവമാനിക്കപ്പെട്ടവൻ, ലാഫ്ഡ് വൺ, മറ്റുള്ളവരുടെ ചിരിക്ക് പാത്രമായവൻ, ഹംഗ്രി, വിശന്ന് കരിഞ്ഞ് മരിക്കാനായവൻ, നൗ എസ്കേപ്ഡ് ഫ്രം എവറിത്തിങ്, ഇപ്പോഴാ അവൻ എല്ലാറ്റിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഹീ ഈസ് എ വിന്നർ, ദ വിന്നർ ഓഫ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ്, ആദ്യത്തെ പറക്കലിൽ തന്നെ വിജയിയായവൻ. സോ ദിസ് ഈസ് ദ moral side we have to learn, and this is the lesson that we got to learn first. Thank you.